നമസ്കാരം, ഞാൻ ഇൻഷ 8D ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഫൗണ്ടേഷൻ ഡേയെക്കുറിച്ചും സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ത്യയിലെ സ്കൗട്ടിങ്ങിൻ്റെയും ഗൈഡിങ്ങിൻ്റെയും സംഘടനയാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. സംഘടനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ചരിത്രം: റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൽ ആണ് സ്കൗട്ട് സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ലഫ്റ്റനന്റ് ജനറലായിരുന്നു ഇദ്ദേഹം. കുട്ടികളെ പരിശീലിപ്പിച്ചാൽ അവർ മുതിർന്നവരെ പോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്തെ ഒരനുഭവം വെച്ച് അദ്ദേഹത്തിന് തോന്നി. വിരമിച്ച ശേഷം കുട്ടികളുടെ പ്രവർത്തനശേഷിയും പ്രതികരണവും നേരിൽ കണ്ടറിയാനായി ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള 21 കുട്ടികളെ ഉൾപ്പെടുത്തി 1907 അദ്ദേഹം ഇംഗ്ലീഷ് ചാനലിലുള്ള ബ്രൗൺസി ദ്വീപിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തി. ഈ ക്യാമ്പിനെ ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പായി കണക്കാക്കാം. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബേഡൻ പവലിൻ്റെ ഇളയ സഹോദരി ആഗ്നസ് ബേഡൻ പവലാണ് ഗേൾ ഗൈഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. തുടക്കത്തിൽ ഗേൾ ഗൈഡ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. 1909 ഇന്ത്യയിൽ സ്കൗട്ട് പ്രസ്ഥാനം തുടങ്ങിയത്. ക്യാപ്റ്റൻ TS ബേക്കർ ബാംഗ്ലൂരിൽ രാജ്യത്തെ ആദ്യ സ്കൗട്ട് ട്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ പൂനെ, മദ്രാസ്, ബോംബെ, ജബൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും സ്കൗട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇവയെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കുട്ടികൾക്കും ആംഗ്ലോ ഇന്ത്യൻ കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നു. 1911 ജബൽപൂരിൽ ആദ്യത്തെ ഗേൾ ഗൈഡ് കമ്പനി ഉണ്ടാക്കി. ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യ, ഹൃദയനാഥ് കുൻസ്രു, ശ്രീറാം ബാജ്പായ് തുടങ്ങിയവർ അലഹബാദ് കേന്ദ്രമാക്കി സേവാ സമിതി സ്കൗട്ട് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന തുടങ്ങി. മദ്രാസ് കേന്ദ്രമാക്കി ഡോക്ടർ ആനി ബസന്റ് ഇന്ത്യൻ ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ എന്ന മറ്റൊരു സംഘടനയും ഉണ്ടാക്കി. ഇതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി വിവിധ സ്കൗട്ട് സംഘടനകളുണ്ടാക്കി. ഈ എല്ലാ സ്കൗട്ട് അസോസിയേഷനുകളുടെയും ഒരുമിച്ച് മറ്റു സംഘടനയാക്കാൻ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് പല ശ്രമങ്ങളും നടന്നെങ്കിലും പരാജയപ്പെട്ടു. ഇതിൻ്റെ പ്രധാന കാരണം പ്രതിജ്ഞയിൽ ബ്രിട്ടീഷ് രാജാവിനോട് കൂറ് കാണിക്കുമെന്നുള്ള വാചകം മാറ്റുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഇത് സ്വന്തം രാജ്യത്തോട് കൂറുള്ളവരായിരിക്കും എന്നാക്കണമെന്നാണ് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ ആവശ്യപ്പെട്ടത്. സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബുൽ കലാം ആസാദ്, മംഗൾ ദാസ് പക്വാസ, ഹൃദയനാഥ് കുൻസ്രു, ശ്രീറാം ബാജ്പായ്, ജസ്റ്റിസ് വിവിയൻ ബോസ് തുടങ്ങിയവർ ഇന്ത്യയിലെ സ്കൗട്ട് പ്രസ്ഥാനങ്ങളെ ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഇതിൻ്റെ ഫലമായി 1950 നവംബർ 7 എല്ലാ സംഘടനകളും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന പേരിൽ പുതിയ സംഘടനയുണ്ടാക്കി. ഗേൾ ഗൈഡ് അസോസിയേഷൻ 1951 ഓഗസ്റ്റ് 15 പുതിയ സംഘടനയിൽ ഔദ്യോഗികമായി ചേർന്നു. ഹരിശാന്ത് H ആണ് ഇപ്പോഴത്തെ ദേശീയ കമ്മീഷണർ. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുമായി നിങ്ങൾക്ക് പങ്കുവച്ചിരുന്നു. നന്ദി.